ഹായ് ഗൈസ്, വെൽക്കം ടു വീലേറ്റ്. ഈസി മാത്സിൻ്റെ 18ാമത്തെ വീഡിയോ ആണ്. HCF അല്ലെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കാണാം. അപ്പോൾ നമ്മുടെ എക്സാമിൽ നമുക്ക് റെഗുലറായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളിലൊന്നാണ് HCF കണ്ടുപിടിക്കാനായിട്ട്. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണ്, 6 കൂടാതെ 18. അപ്പോൾ ഈ രണ്ട് നമ്പറിൻ്റെ HCF കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് നമ്പറിനെയും റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയ നമ്പർ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മുടെ ഈ കേസിൽ 6 18 ഡിവൈഡ് ചെയ്യും. 6 കൊണ്ട് 6നെയും ഡിവൈഡ് ചെയ്യാം, 6 കൊണ്ട് 18നെയും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് നമ്പറിനെയും റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെറിയ നമ്പറായിട്ടുള്ള 6ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ കേസിൽ നമ്മുടെ HCF എന്ന് പറഞ്ഞാൽ എന്താണ്? 6 വരും. ഇനി സപ്പോസ് നമ്മുടെ 6 കൊണ്ട് ഈ തന്നിരിക്കുന്ന നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 6ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതുക. 6 ഇൻറ്റു 1, അതുപോലെ തന്നെ 3 ഇൻറ്റു 2. അപ്പോൾ ഇതിലേതെങ്കിലും നമ്പർ കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. സിമിലർലി നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ കൂടി നോക്കാം. 12ഉം കൂടാതെ 36ഉം. നമുക്കറിയാം ഇതിൽ ചെറിയ നമ്പർ ആയിട്ടുള്ള 12നെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 12നെ ഇറ്റ്സെൽഫ് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കേസിൽ നമ്മുടെ HCF എന്ന് പറഞ്ഞാൽ എന്താണ്? 12 ആയിരിക്കും HCF ആയിട്ട് വരിക. അതുപോലെ തന്നെ ഇപ്പം ഉദാഹരണത്തിന് 6, 18 കൂടാതെ 30. ഇവിടെ നോക്കുക, നമ്മുടെ ചെറിയ നമ്പറായിട്ടുള്ള 6 കൊണ്ട് 18നെയും ഡിവൈഡ് ചെയ്യാം. 6 5 30 എന്ന് പറയുന്നത്. അപ്പോൾ 18നെയും 30നെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ HCF എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? HCF എന്ന് പറയുന്നത് 6 ആയിരിക്കും ഈ ഒരു കേസിൽ വരിക. ഓക്കെ, ഈ സിമിലർലി അതുപോലെ തന്നെയാണ് 11, 22, അതുപോലെ 88. ഇവിടെ നമുക്ക് 11 കൊണ്ട് തന്നെ 22നെയും ഡിവൈഡ് ചെയ്യാം, 88നെയും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ HCF എന്തായിട്ട് വരും? നമ്മുടെ HCF എന്ന് പറയുന്നത് 11 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ നോക്കേണ്ടത് HCF കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ചെറിയ നമ്പറിനെ മറ്റ് നമ്പറുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ചെറിയ നമ്പർ ആയിരിക്കും HCF ആയിട്ട് വരിക. ഇനി എല്ലാ കേസിലും നമുക്ക് ഇതുപോലെ സാധിക്കുകയില്ല. ഉദാഹരണത്തിന് നമ്മൾ എടുക്കുന്ന നമ്പർ 8ഉം 12ഉം ആണെന്ന് വിചാരിക്കുക. നമുക്ക് 12നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ നമ്പർ ആയിട്ടുള്ള 8ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതണം. 8ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നതാണ് 4 ഇൻറ്റു 2. 4 ഇൻറ്റു 2 8ആണ്. പിന്നീട് നോക്കേണ്ടത് ഇതിൽ വലിയ നമ്പർ ആയിട്ടുള്ള 4 കൊണ്ട് ഈ രണ്ട് നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ? റിമൈൻഡർ ഇല്ലാതെ പറ്റും. 8നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 12നെയും നമുക്ക് 4 കൊണ്ട് റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ HCF എന്തായിട്ട് വരും? HCF എന്ന് പറയുന്നത് 4 വരും. ഓക്കെ, സിമിലർലി അടുത്തൊരു ഉദാഹരണം 12 കൂടാതെ 30. 12ലും 30ലും 12നെ നമുക്ക് 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നീട് 12ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതുക. 6 ഇൻറ്റു 2. ഓക്കെ, 6 ഇൻറ്റു 2ൽ 6 കൊണ്ട് 12നെയും 30നെയും നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ HCF എന്ന് പറയുന്നത് എന്താണ്? 6 വരും. ഓക്കെ, പിന്നീട് നമ്മുടെ HCF എന്താണ്? 6 വരും. നമ്മുടെ ചെറിയ നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എടുത്തെഴുതുക. അതുപോലെ നമുക്ക് തന്നിട്ടുള്ള നമ്പറുകൾ 14, 18, 22 ആണെന്ന് വിചാരിക്കുക. 14, 18, 22 ആണെന്ന് വിചാരിക്കുക. ചെറിയ നമ്പർ ഏതാണ്? ചെറിയ നമ്പർ എന്ന് പറയുന്നത് 14ആണ്. 14നെ 18 കൊണ്ടും 22 കൊണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പം നേരെ 14ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതുക. 14ൻ്റെ മൾട്ടിപ്പിൾസ് ഏതാണ് വരുന്നത്? 7 ഇൻറ്റു 2. അപ്പം 7 കൊണ്ട് സാധിക്കുമോ? 7 കൊണ്ട് നമുക്ക് 14ന് പറ്റും, പക്ഷെ 18നെയും 22നെയും പറ്റില്ല. പിന്നെയുള്ള 14ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന നമ്പർ ഏതാണ്? 2 ഉള്ളത്. ഈ 2 കൊണ്ട് നമുക്ക് ഈ 14നെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും, അതുപോലെ 18നെയും ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും, അതുപോലെ 22നെയും നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെ നമ്മുടെ HCF എന്തായിട്ട് വരും? ഇവിടെ HCF എന്ന് പറയുന്നത് 2. അടുത്തൊരു ഉദാഹരണം നമുക്ക് നോക്കാം. നമ്മുടെ നമ്പറുകൾ എന്ന് പറയുന്നത് 14, 18 കൂടാതെ 22. അപ്പോൾ ഇതിൽ ചെറിയ നമ്പർ ഏതാണ്? 14. ഈ 14നെ നമുക്ക് 18 കൊണ്ടും 22 കൊണ്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചെറിയ നമ്പറായിട്ടുള്ള 14ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതണം. 7 ഇൻറ്റു
2. 7 കൊണ്ട് നമ്മുടെ 14നെയും 22നെയും മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? 7 കൊണ്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്താ നോക്കണ്ടേ? പിന്നീടുള്ള ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കണം. 2 കൊണ്ട് 14നെയും 18നെയും 22നെയും നമുക്ക് റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മുടെ HCF എന്ന് പറയുന്നത് എന്താണ്? HCF എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അടുത്തൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തൊരു ഉദാഹരണം എന്ന് പറയുന്നത് 12, 40 കൂടാതെ 16. 12, 40, 16. ഈ ചെറിയ നമ്പറായ 12 കൊണ്ട് നമുക്ക് 40നെയും 16നെയും ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. സോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? 12ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതണം. 12ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നതാണ് 6 × 2. 6 കൊണ്ട് നമുക്ക് 12നെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും, പക്ഷെ 40നെയും 16നെയും നമുക്ക് സാധിക്കത്തില്ല. ഈ 2ലേക്ക് പോകാൻ വരട്ടെ, കാരണം നമുക്ക് 12ന് വേറെ മൾട്ടിപ്പിൾസ് ഉണ്ട്. അതായത് 4 × 3ഉം നമ്മുടെ 12ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പം വലിയ നമ്പറായിട്ട് വരിക പിന്നീട് 4ആണ്. ഈ 4 കൊണ്ട് നമുക്ക് 12നെയും 40നെയും 16നെയും ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ HCF എന്ന് പറയുന്നത് എത്രയാണ്? 4ആണ് നമ്മുടെ HCF ആയിട്ട് വരിക. അടുത്തതായി ഇതാ അതുപോലെ തന്നെ നമുക്ക് 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 24, 48 കൂടാതെ 60. അപ്പോൾ ഇതിൽ ചെറിയ നമ്പറായിട്ടുള്ള 24 കൊണ്ട് ഇതിന് 3നെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ? 24 കൊണ്ട് നമുക്ക് 48നെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും, പക്ഷേ 60നെ സാധിക്കുന്നില്ല. അപ്പോൾ പിന്നീട് നമ്മൾ എന്ത് ചെയ്യണേ? ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതുക. 12 × 2. 12 കൊണ്ട് സാധിക്കുമോ? യെസ്. 12 കൊണ്ട് നമുക്ക് 24നെയും ഡിവൈഡ് ചെയ്യാം, 48നെയും ഡിവൈഡ് ചെയ്യാം, അതുപോലെ തന്നെ 60നെയും നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മുടെ HCF എന്ന് പറഞ്ഞാൽ എന്താണ്? HCF എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, ഇനി ചില കേസുകളിൽ നമുക്ക് വരിക ഇതാ 7, 11 കൂടാതെ 13. ഇവിടെ നമുക്ക് 7 കൊണ്ട് 11നെയും 13നെയും ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പിന്നീടുള്ള 7ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 7 × 1 മാത്രമാണ്. ഇങ്ങനെ വരുന്ന കേസുകളിൽ നമ്മുടെ HCF എന്ന് പറയുന്നത് ഇതാ 7 കൊണ്ട് സാധിക്കത്തില്ല. പിന്നീട് 7ൻ്റെ വേറെ മൾട്ടിപ്പിൾസും ഇല്ല എങ്കിൽ നമുക്ക് വരുന്ന HCF എന്ന് പറയുന്നത് എന്താണ്? 1 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് 12, 17, 19. ഈ ചെറിയ നമ്പർ എന്ന് പറയുന്നത് 12. 12 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ദെൻ 12ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നതാണ് 6 × 2. 6 കൊണ്ടും നമുക്ക് ഈ പറയുന്ന 3 നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, 2 കൊണ്ടും സാധിക്കത്തില്ല. പിന്നെ ആകെപ്പാടെ ഉള്ളത് 12 × 1 ആണ്. അപ്പം നമ്മുടെ HCF എന്ത് വരും? ഈ ബാക്കി നമ്പേഴ്സ് കൊണ്ട് ഒന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ HCF എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ HCF കണ്ടുപിടിക്കുന്നത്. അപ്പോൾ HCF കാണാനുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സാമിൽ റെഗുലറായിട്ട് ചോദിക്കുന്നതാണ്. വളരെ എളുപ്പമാണ്. നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഓക്കെ, ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ട്, ഡെഫിനറ്റ്ലി നിങ്ങളത് എൻ്റെ അടുത്ത് പറയുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ യൂട്യൂബ് മുന്നോട്ടാണെങ്കിലും നിലനിർത്തി കൊണ്ടു പോകത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.